ഹലോ ഫ്രണ്ട്സ്, മനൂസ് വർക്ക് ബെഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ പഴയ കേടായ കംപ്ലൈൻ്റ് ആയ ലാപ്ടോപ്പിൽ നിന്ന് റീചാർജബിൾ ബാറ്ററീസ് എങ്ങനെ എടുക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കേടായ ഒരു കംപ്ലൈൻ്റ് ആയ ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മോണിറ്റർ കംപ്ലൈൻ്റ് ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെ മദർ ബോർഡും കംപ്ലൈൻ്റ് ആയിപ്പോയൊരു ലാപ്ടോപ്പാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാറ്ററി നല്ലതാണോ ഇല്ലയോ, നമുക്ക് ഇതിനകത്ത് നല്ലൊരു ബാറ്ററി കിട്ടുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ കോർണറിലായിട്ട് നമുക്ക് ബാറ്ററി പാക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ഊരെടുക്കുക. നമ്മൾ ഊരെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതുപോലെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇത് നമുക്കിത് കാണാൻ സാധിക്കും. 4400 mAh കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററി പാക്കാണിത്. ഇതിനകത്ത് നമുക്ക് 6 സെല്ലാണ് ഇതിനകത്ത് നിന്ന് കിട്ടുക. അപ്പോൾ അതിനകത്ത് എത്ര സെല്ല് നല്ലതാണ്, എത്ര സെല്ല് കംപ്ലൈൻ്റ് ഉള്ളതാണ് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ ഇത് തുറന്നെടുക്കണം. അതിന് നമ്മൾ ഏതെങ്കിലും ടൂള്, ഒരു പ്ലെയറോ അല്ലെങ്കിൽ ഒരു ടെസ്റ്ററോ യൂസ് ചെയ്ത് നമുക്കത് ഊരെടുക്കാൻ നോക്കാം. ഊരെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഷാർപ്പ് എഡ്ജസ് ഉള്ളതിനാൽ നമ്മുടെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം അത് ഊരെടുക്കാൻ. ഊരെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനൊരു PCB കാണാൻ സാധിക്കും. അത് എന്ന് പറയുന്നത് BMS ആണ്. BMS എന്ന് പറഞ്ഞാൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് ആ 6 ബാറ്ററീനെ ഈക്വലായി ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ഓവർ ചാർജ് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബോർഡാണ് BMS. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. കാരണം ഓൾറെഡി ചാർജ് ഉള്ളൊരു ബാറ്ററി ആണെങ്കിൽ അതിനകത്ത് സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം അത് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ. നമുക്ക് ഈ ബാറ്ററി പുറത്തേക്ക് ഇടുന്ന ശേഷം ഇതിനകത്ത് ഓരോ മെറ്റൽ സ്ട്രിപ്സ് ഉണ്ടാവും. ആ മെറ്റൽ സ്ട്രിപ്സ് നമ്മളത് കട്ട് ചെയ്ത് പുറത്തെടുക്കണം. അത് പ്ലെയർ യൂസ് ചെയ്തായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് ഓരോ ബാറ്ററീനെ അടർത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബാറ്ററി സക്സസ്ഫുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് നമുക്കൊരു മൾട്ടിമീറ്റർ ആവശ്യമുണ്ട്. ഫസ്റ്റ് തന്നെ മൾട്ടിമീറ്ററിനെ വോൾട്ടേജ് മോഡിലിടുക. വോൾട്ടേജ് മോഡിൽ 20 വോൾട്ട് എന്നടയാളപ്പെടുത്തിയിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ തിരിച്ചിടണം. അതായത് 20 വോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 20 വോൾട്ട് വരെ നമുക്ക് അതിൻ്റെ റീഡിങ് കിട്ടും. നമുക്ക് ഈ മൾട്ടിമീറ്റർ 2 പ്രോബുണ്ട്. ഒന്ന് ഒരു റെഡ് കളറിൽ കാണുന്ന പോസിറ്റീവ് പ്രോബും അതുപോലെ ബ്ലാക്ക് കളറിൽ കാണുന്ന നെഗറ്റീവ് പ്രോബും ഉണ്ട്. അപ്പോൾ ഒന്ന് റെഡ് കളർ എന്നുള്ളത് പോസിറ്റീവും ബ്ലാക്ക് കളറുള്ളത് നെഗറ്റീവുമാണ്. ഇനി നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ബാറ്ററിയുടെ ഒരു നെഗറ്റീവും പോസിറ്റീവും അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററിയുടെ ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗം അതിൻ്റെ പോസിറ്റീവാണ്. അതുതന്നെ ബാറ്ററിയുടെ ഓപ്പോസിറ്റ് കാണുന്ന ഫ്ലാറ്റായ സർഫസ് അതിൻ്റെ നെഗറ്റീവുമാണ്. ഇനി നമുക്ക് ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കാം.
മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ്, അതായത് റെഡ് പ്രോബ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും നമ്മൾ ടച്ച് ചെയ്ത് പിടിപ്പിക്കുക, ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ 3.5 വോൾട്ട് റീഡിങ് വരുന്നത് കാണാം. അതായത് ബാറ്ററി വർക്കിംഗ് ആണ്, അതിനകത്ത് 3.5 വോൾട്ട് ഏകദേശം ഉണ്ട്. അപ്പോൾ എല്ലാ ബാറ്ററിയും നമുക്കിതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. ഇൻ കേസ് നമുക്ക് കിട്ടുന്ന ബാറ്ററി റീഡിങ് 2.5 വോൾട്ടിനും ഡൗൺ ആണെങ്കിൽ, അതിനും കുറവായിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാറ്ററീനെ ഒന്നുകൂടി ചാർജ് ചെയ്ത ശേഷം ഇതുപോലെ മൾട്ടിമീറ്റർ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ടേജ് കൃത്യമായിട്ട് കാണിക്കുന്നില്ലെങ്കിൽ ആ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതിൽ തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതിന് നല്ല വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ഗുഡ് ബൈ.